തൃശൂർ മണ്ണുത്തിയിൽ ഗൃഹനാഥനെ കിടപ്പുമുറിയിൽ കെട്ടിയിട്ട് 45 പവൻ സ്വർണം കവർന്ന സംഭവത്തിൽ പോലീസ് പരിശോധന ഊർജിതമാക്കി. സംഭവത്തിൽ കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം പരിശോധിക്കുന്നു. കഴിഞ്ഞ 7-ാം തീയതിയാണ് ഒല്ലൂക്കര സ്വദേശി സോമശേഖരനെ കിടപ്പുമുറിയിൽ കെട്ടിയിട്ട് മോഷണ സംഘം സ്വർണം കവർന്നത്. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 43 പവനും സോമശേഖരന്റെ കഴുത്തിലുണ്ടായിരുന്ന 2 പവന്റെ സ്വർണമാലയുമാണ് മോഷ്ടാക്കൾ കവർന്നത്. ഹിന്ദി സംസാരിക്കുന്ന 3 പേരാണ് കവർച്ച നടത്തിയതെന്നാണ് സോമശേഖരൻ പോലീസിന് മൊഴി നൽകിയത്. സംഭവത്തിൽ കുറുവാ സംഘങ്ങളുടെ സാധ്യതയും തള്ളിക്കളയാനാകില്ലെന്നാണ് പോലീസിന്റെ വിശദീകരണം. കേരളത്തിൽ വർഷക്കാലമായാൽ കുറുവാ സംഘമെത്തി മോഷണം നടത്തുന്നത് പതിവാണ്. മോഷണത്തിനുള്ള വീടുകൾ കണ്ടെത്തി പുറകിലെ വാതിൽ തകർത്ത് വീട്ടിൽ കയറുന്നതാണ് ഇവരുടെ രീതി. രാത്രികാലങ്ങളിൽ വീടിനു പുറകിൽ ആയുധങ്ങൾ സൂക്ഷിക്കരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സോമശേഖരന്റെ വീട്ടുപരിസരത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഫോറൻസിക് സംഘത്തിന് ലഭിച്ച ചില വിരലടയാളങ്ങൾ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. തൃശൂരിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഇതര സംസ്ഥാനക്കാരുടെ നേതൃത്വത്തിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചും മോഷണം നടക്കുന്നത് പതിവായിരുന്നു. കൈരളി ന്യൂസ്, തൃശൂർ.